മിനുമിനുങ്ങും പോലൻ കണ്ട് മിനുമിനുങ്ങും പോലൻ കണ്ട് ചന്ദ്രിക ചാർത്തിയ ചെടികൾ ചന്ദ്രിക ചാർത്തിയ ചെടികൾ അഴകിൻ പൂന്തിരമീനി നീ ജലവരിക അതിമോഹനവല്ലി നിന്റെ പൂവേനെ നിന്റെ കന്നിപ്പൊന്നിൻ പാവേ കന്നിപ്പൊന്നിൻ പാവേ. ഇപ്പൊ നമ്മളിങ്ങനെ നന്നായിട്ട് ഉള്ളിക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഉള്ളു വരെ ഒക്കെ കഴുകാം. അങ്ങനെ നമ്മളിതെല്ലാം ബാലഗോപാലനെ എന്നെ ദേപ്പിക്കുമ്പോ പാടടി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാട ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ കാട ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മൾ കാട കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ല നമുക്ക് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ ഒന്നുകൂടി സൂപ്പർ ആവുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി കാട ഫ്രൈ ആക്കാൻ പോവാണ്. മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ മറ്റേ ഇലയില്ലേ പുതിന, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി എല്ലാം കൂടി മിക്സാക്കി എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു. ഉപ്പ് പറഞ്ഞില്ലേ ഗൈസ്, അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കിയതായിരുന്നു, പക്ഷെ ഒരു ഉണ്ട മാത്രം ബാക്കി. അപ്പം നമുക്കിങ്ങനെ കളിക്കാൻ എടുക്കാം. അയ്യോ, കോൺഫ്ലവർ ഉണ്ടോ വല്യമ്മ? ഗൈസ്, ഞാനിപ്പോൾ വരാം. അമ്മ കോൺഫ്ലവർ ഉണ്ടോ? പൊടി കോൺഫ്ലവറിന്റെ പൊടി ഉണ്ടോ? നേരെ കിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കാടയിലേക്കാണ് കേട്ടോ. 1000 കോഴിക്ക് അരക്കാടാനാണ് കേട്ടോ കണക്ക്. അത്രയും നല്ല സാധനമാണെന്ന് പറയാം. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ കേട്ടോ കോൺഫ്ലവർ. അത് കുറച്ചുള്ളൂ ഗൈസ്. അപ്പം നമ്മളത് കാര്യം നമ്മൾ നന്നായിട്ട് മിക്സ് ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ആക്കാം കേട്ടോ. റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അത് മസാലയൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒരു പാനിൽ വെച്ചു. എന്നിട്ട് ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓരോ പീസ് വീതം വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, തിരക്കായിപ്പോയി. എണ്ണ ഒന്നുകൂടി ഒന്ന് ചൂടാവാനുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോ പീസായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം കേട്ടോ. നമ്മൾ എന്താ പറയുക, സാധാ ചിക്കൻ വറുക്കണ പോലെ തന്നെ കുറേ മസാല ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ സാധാരണ മസാലകളൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 1000 കോഴിക്ക് അരക്കാടാന്ന് പറയുന്ന മാതിരി തന്നെ ഓരോ പീസ് കഴിച്ചാലും ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.